Hello everyone, I am Dr. Safna AK, consultant gynecologist, Almas Hospital. ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്കിന്ന് വിപണിയിൽ അവൈലബിൾ ആയതിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവായ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡിനെ പറ്റിയാണ്. അതാണ് സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻക്ലൂഡിങ് കോപ്പർ ടീ, അതുപോലെ കോൺട്രസെപ്റ്റീവ് ഗുളികകൾ, ഇഞ്ചെക്ഷൻസ്, പ്രസവം നിർത്തുന്നത്. അപ്പോൾ അതിലൊക്കെ വെച്ച് ഏറ്റവും ഫെയിലിയർ റേറ്റ് കുറവുള്ള മെത്തേഡ് നോക്കുകയാണെങ്കിൽ അത് ഇംപ്ലാന്റ്സ് ആണ്. ഒരു ലോങ് ആക്ടിങ് റിവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഒരു 3 വർഷത്തേക്കൊക്കെ കിട്ടുന്ന റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷനാണ് ഇംപ്ലാന്റ്സ്. ഇതൊരു 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡാണ്. നമ്മുടെ നോൺ ഡോമിനൻറ്റ് ഹാൻഡ്, മിക്കവാർക്കും ആൾക്കാർക്കും ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും നോൺ ഡോമിനൻറ്റ്. അവരുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ശരീരത്തോട് ചേർന്ന ഭാഗത്തായിട്ട് മുട്ടിന് മേലെയുള്ള ഭാഗത്താണ് ഇത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അതൊരു OP പ്രൊസീജിയറാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ലോക്കൽ അനസ്തീഷ്യ തന്നിട്ട് അത് ഇൻസേർട്ട് ചെയ്ത് തരും. ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 days ഒരു ബാൻഡേജ് പോലെ നമ്മൾ കെട്ടിവെക്കും. പിന്നെ അത് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി ഉള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു തുടങ്ങാം. 5 days റെസ്റ്റ് എടുക്കണം എന്നല്ല, ഒന്നൊരു ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊരു 3 വർഷത്തേക്കാണ് ഇത് ഇട്ട് തരാം. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു OP പ്രൊസീജിയർ പോലെ ജസ്റ്റ് ഒരു തരിപ്പിച്ചിട്ട് ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമുക്ക് എടുത്ത് കളയാനും പറ്റും. എല്ലാം പെയിൻലെസ് ആണ്. പിന്നെ അതിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 0.03 ആണ് അതിൻ്റെ ഫെയിലിയർ റേറ്റ് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈവൻ പ്രസവം നിർത്തുന്നതിന് പോലെ ഒരു 0.2-0.3% ഫെയിലിയർ റേറ്റ് ഉണ്ട്. അപ്പോൾ അതിലേറെ എഫക്റ്റീവാണ്, സേഫാണ് ആസ് എ കോൺട്രസെപ്റ്റീവ് സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. അപ്പോൾ അതിനകത്ത് ഒരു പ്രൊജസ്ട്രോണാണ് റിലീസ് ചെയ്യുന്നത്. എറ്റനോജസ്ട്രിൽ എന്നൊരു കോമ്പൗണ്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമ്മുടെ ശരീരത്തിൽ ഓവുലേഷൻ ഇല്ലാതെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇനി ഇത് ആർക്കൊക്കെ സ്യൂട്ടബിൾ ആണെന്ന് നോക്കാം. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഏതൊരാൾക്കും ഇത് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പീരീഡ്സിൻ്റെ ഒരു ഫസ്റ്റ് 7 daysലാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അതല്ല എങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ ഒരാൾ, അബോർഷൻ ആയ ഒരാളൊക്കെ ആണെങ്കിൽ ഒരു വിത്തിൻ 1 weekനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഒരു ആഫ്റ്റർ 3 months ഒക്കെയാണ് ഒരു വരുന്നതുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 week കൂടെ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കേണ്ടി വരും.